ഇപ്പോൾ കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക രണ്ടാം ദിനം പിന്നിട്ടു. അപ്പോൾ വലിയ ആവേശത്തിലാണ് നാടും നഗരവും ഒക്കെ. താങ്കളുടെ ഒരു ആവേശം എത്രത്തോളമുണ്ട്? അല്ല, തീർച്ചയായിട്ടും CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ കേരളത്തെ ബാധിക്കുന്ന നയപരമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലാണെങ്കിൽ നവകേരള കാഴ്ചപ്പാടിൻ്റെ പുതിയ രൂപം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറും. ഇപ്പോൾ തുടർച്ചയായ ഭരണം വന്ന് വീണ്ടും ഒരു തുടർച്ച കിട്ടും എന്നുള്ള ഒരു പ്രതീതി നാടൊട്ടുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ വികസന മുന്നേറ്റം തുടരാൻ ആവശ്യമായിട്ടുള്ളൊരു പോളിസി ആയിരിക്കും ഇവിടെ തയ്യാറാക്കപ്പെടുക. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയും വിശകലനവും ഒക്കെ ഒട്ടുക്ക് നടക്കുകയാണ്. അപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം ആ നിലയിലാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വിഭാഗീയമായ ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ വികസനത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ നല്ല നിലയ്ക്കാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ സമ്മേളനം സംബന്ധിച്ച് പല വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഇവിടെ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചർച്ചകളല്ലല്ലോ പ്രധാനമായിട്ടും അവർക്ക് ആവശ്യമുള്ളത്. ഇതിൽ ആരെയൊക്കെ ഒഴിവാക്കും, പുതിയ ആരെയൊക്കെ എടുക്കും, അതിന് ഓരോ നിറങ്ങൾ കൊടുക്കുക. അപ്പോൾ അതൊക്കെ അവരുടെ എല്ലാ കാലത്തും സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതൊന്നും സമ്മേളനത്തെ ബാധിക്കുന്ന ഒന്നല്ല. CPIM അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംഘടനാ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആര് വരുന്നു പോകുന്നു എന്നുള്ളതല്ലല്ലോ, തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ മുന്നോട്ട് പോകുന്നൊരു തടസ്സവുമില്ല. ചർച്ച ചെയ്യുന്നവരോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. സമ്മേളനം അതിൻ്റെ നടപടികൾ പാലിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് എല്ലാ കാലത്തും സമ്മേളനങ്ങൾ വരുമ്പോൾ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, ചർച്ചകൾ വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ്. ആ നിലയിൽ മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞ് CPM ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജാണ് നൽകുന്നത്. അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല മേഖലകളിലും സർക്കാർ വികസനത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. അപ്പോൾ മൂന്നാമതും ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ചാൽ മുഖച്ഛായ മാറുന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അത് നാഷണൽ ഹൈവേ ആയിക്കോട്ടെ, പവർ ഗ്രിഡ് ആയിക്കോട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, ബൈപ്പാസുകളായിക്കോട്ടെ, മേൽപ്പാലങ്ങളായിക്കോട്ടെ, ആശുപത്രികൾ, സ്കൂളുകൾ, വില്ലേജ് ഓഫീസുകൾ, അങ്ങനെ കേരളത്തിൻ്റെ ഗ്രാമം മുതൽ എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ വികസനം വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലടക്കം 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കോടാനുകോടി രൂപയുടെ വികസനം നടക്കുകയാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണു മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇത്രയും അധികം ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുമ്പോൾ ചില പ്രയാസങ്ങൾ വരുന്നത് ആളുകൾക്ക്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമം നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നീക്കം നടത്തുന്നു. നമുക്ക് ഫണ്ട് തരാതിരിക്കുക, ബ്രാൻഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഭരണ തുടർച്ചയുണ്ടായാൽ ഈ വികസനങ്ങൾ ഇതിലും വേഗത ആർജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വികസനങ്ങൾക്ക് ഗതിവേഗം കൊടുക്കുന്നത്. അപ്പോൾ ആ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നുണ്ട്. അത് വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നല്ല ചിന്ത പൊതുവെ സമ്മേളനത്തിലും ജനങ്ങൾക്കിടയിലും വന്നിട്ടുണ്ട്. അപ്പോൾ വികസനം വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇപ്പോൾ നടന്നിട്ടുള്ള ബൈ ഇലക്ഷനുകൾ പരിശോധിച്ചാൽ അവിടെ എല്ലാം ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടി. അപ്പോൾ അതൊരു സൂചനയാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വികസനത്തിനാണ് ഒപ്പമാണ് നിൽക്കേണ്ടത്. ഇവിടെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ഒരു സർക്കാരുണ്ട് എന്ന നല്ല തിരിച്ചറിവ് ജനങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനം മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ സമ്മേളനത്തിലെ ആവശ്യം പ്രമേയമായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ്? അല്ല, നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഇപ്പോൾ നേരത്തെ മേയറായി പ്രവർത്തിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇത്തരം ഒരു ക്രൈസിസിനെ നമ്മൾ നേരിട്ടതാണ്. ഇപ്പോൾ മാലിന്യം കൊണ്ടുപോയി എവിടെയെങ്കിലും സംസ്കരിക്കുക എന്ന് പറയുന്ന രീതി ഇപ്പോൾ പല ആളുകളും സമ്മതിക്കുന്നില്ല, പ്ലാന്റുകൾ ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല. അവിടെയാണ് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനത്തിലൂടെ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയത്. ജനങ്ങൾ പൊതുവിൽ സ്വാഗതാർഹമായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കുക, സീറോ വേസ്റ്റ് പോളിസി നടപ്പാക്കുക, മൈ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ ഇത് പൊതുവിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജലാശയങ്ങൾ, ഓടകൾ, മറ്റ് നീർത്തടങ്ങൾ ഇതെല്ലാം മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ജനങ്ങളെ പങ്കാളിയാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആലോചിക്കുന്നത്.
അപ്പോൾ ജനങ്ങളെ പങ്കാളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം കുറയ്ക്കാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി സംസ്കരിച്ചോളണം എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ദൗത്യം അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയെയും ഈ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റി ഒരു ജനകീയ കർമ്മസേന എന്ന നിലയ്ക്ക് തന്നെ ഇത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ദൗത്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ. അതിനായിരിക്കും CPIM നേതൃത്വം കൊടുക്കുക.